ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാട്ടോ, ഒരു കുഞ്ഞ് ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മളിന്ന് പഴനി പോകട്ടെ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഴനി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് മാറട്ടെ, മോയ്സ്ചറൈസറൊക്കെ ചെയ്തു, ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നാട്ടോ വിചാരിച്ചു. പക്ഷേ എന്താ പറയുക, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ആട്ടോ പോകണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 12:30 ആകുമ്പോൾ ഇറങ്ങി നമ്മളൊരു 5 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തിട്ടോ. പോണ വഴിക്ക് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ, അമ്മ, അച്ഛൻ, ഏട്ടൻ, ഉണ്ണി അത്ര പേരായിട്ടുണ്ടായിരുന്നുള്ളൂ. അനിയ ഉണ്ടായിരുന്നില്ല, അതിന് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോണ വഴിക്കൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ എന്താ പറയുക, ഈ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോകുമ്പോൾ നല്ല കുറച്ച് ചൂടുണ്ടായിരുന്നു 12:30-ക്കൊക്കെ. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ചൂടൊക്കെ അറിയട്ടെ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കൊല്ലങ്കോട് കണ്ടിട്ടില്ല പറഞ്ഞിട്ട് അതുവഴിയായിട്ട് പോണ വഴിക്ക് നമ്മുടെ ആലത്തൂർ SNR ബേക്കറി കേട്ടോ, പേര് മറന്നുപോയി. ആലത്തൂർ SNR ബേക്കറി കയറിയിട്ട് നമ്മൾ ചിപ്സും പിന്നെ ശർക്കരയുപ്പേരിയും പിന്നെ മറ്റേ ചക്കവറുത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, എല്ലാവർക്കും അറിയാമായിരിക്കും. SNR ചിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫേമസ് അല്ലേ. അപ്പോൾ അത് വാങ്ങിച്ച് കുറച്ച് നേരം കഴിച്ചിട്ട് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൊല്ലങ്കോട് വഴിയായിട്ട് പോയത്. ഞാൻ ഈ വഴിക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട് വഴിയുള്ള ട്രിപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നേച്ചറലേക്ക് അത് കൂടെ എനിക്ക് കാറിൽ പോകണമെങ്കാട്ടും ഇഷ്ടം ബൈക്കിൽ പോകാനായിട്ട്. അതുവഴി ബൈക്കിൽ പോകാനും പിന്നെ അതിയേനെ ഇങ്ങനെ ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ പോകണം. ഞാൻ വിചാരിച്ചിരുന്നായിരുന്നത് കൊല്ലങ്കോട് ആ മലയുടെ തൊട്ടടിയിൽ കൂടെയാണ് നമ്മുടെ റോഡ് പോകുന്നത്. പക്ഷേ അങ്ങനെയില്ലായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോർഡർ കടന്നപ്പോൾ പിന്നെ പറയേണ്ട നല്ല ഭംഗിയായിട്ടോ. ഞാൻ അങ്ങനെ വിചാരിക്കും, എന്താ ഈ തമിഴ്നാട് കടകളും ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് ബാങ്കൊന്നും ഇല്ലേന്ന്. കാരണം ചുറ്റും പറമ്പുകളും പിന്നെ ഇങ്ങനത്തെ മരങ്ങളും തെങ്ങുകളൊക്കെ കേട്ടോ. ഇത് കണ്ടു 2 സൈഡും ഇങ്ങനെ പുളിമര തോന്നുന്നു, ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു 3:30-4 മണിയായി. അപ്പോൾ ആ ക്ലൈമറ്റ് പിന്നെ ഓൾറെഡി തമിഴ്നാട് അത്ര ചൂടില്ല തോന്നുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് തിരക്കേ ഇല്ലാത്ത റോഡ്. നമ്മൾ ഈ ടൈമിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഭയങ്കര ബ്ലോക്കൊക്കെ. ഇവിടെ തിരക്കേ ഇല്ല കേട്ടോ. ഇതൊരു ബൈപ്പാസാണെന്ന് തോന്നുന്നു പോലും ഇല്ല. അത്രയും വണ്ടികൾ കുറവായിരുന്നു. നിറച്ചും തെങ്ങുണ്ടായിരുന്നു, നിറയെ തെങ്ങുകളാട്ടോ. അങ്ങനെ വിചാരിച്ചു കേരളത്തിനെക്കാട്ടിലും കൂടുതൽ തെങ്ങുണ്ട് ഈശ്വര ഈ തമിഴ്നാട് എന്ന് ചിന്തിച്ചു പോട്ടെ. അത്രയും തെങ്ങുകളും പിന്നെ എന്താ പറയുക, കാറ്റാടിയന്ത്രം അങ്ങനെയൊക്കെ കുറേ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വീടുകളില്ല, ബാങ്കുകളില്ല, ഷോപ്പുകളില്ല, സൂപ്പർ മാർക്കറ്റ് ഇല്ല, ഒന്നുമില്ല. അത് നമ്മുടെ ടൗണിലൊക്കെ നോക്കി നോക്ക്, 2 സൈഡും നിറച്ച് കടകൾ, അതൊക്കെയോ വീട് പോലും ഇല്ല. ചിലപ്പോൾ ഇത് നമ്മൾ പോണ വഴിയായതുകൊണ്ടാവും, ചിലപ്പോൾ ഉള്ളിലൊക്കെ നിറയെ സ്ഥലങ്ങളുണ്ടാവും. എന്നാലും ഞങ്ങൾ ഇത്രയും ആ ബോർഡർ കടന്ന് അമ്പലത്തിന് വരെ അധികം തിരക്കുള്ള ഏരിയ ഒന്നും കണ്ടില്ല കേട്ടോ. ഇതേപോലെയായിരുന്നു, നല്ല ട്രാവൽ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ 5:30 ഇപ്പോൾ അമ്പലത്തിലെത്തിയിട്ടോ. ഇറങ്ങിയ ടൈമിൽ ഞാൻ മുടി കാറിൽ വെച്ച് കെട്ടിയിട്ട് വേറെ കാറ്റത്ത് പറക്കേണ്ട വെച്ചാൽ ഞാൻ വരുത്തിയിട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ വണ്ടി ഇട്ടു. നമുക്ക് സാധാ ഓടിക്കുന്ന പോലത്തെ ഒരു വണ്ടിയിൽ എന്താ പറയുക, പെട്രോളൊന്നും അടിക്കാതെ സാധാരണ ആൾക്കാരെ ഓടിച്ച് പോകണത്തെ ഒരു വണ്ടി കേട്ടോ. വണ്ടി കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് എപ്പോഴും പറയും ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ടൗണിലേക്ക് പോകും എത്ര എളുപ്പമായി എന്ന്. എന്നിട്ട് ഞങ്ങൾ ആ വണ്ടിയിൽ കയറിയിരുന്നു കേട്ടോ. അത് നമുക്ക് ഞങ്ങൾ കോണി കയറാൻ തന്നില്ല കേട്ടോ. ടൈം വെച്ച് നമ്മൾ സ്റ്റെപ്പ് കയറാതെ ട്രെയിനിലാട്ടോ പോയത്. എന്നിട്ട് ട്രെയിനിൽ കയറാൻ വേണ്ടി അവിടേക്ക് നമുക്ക് ഈ വണ്ടി എത്തിക്കും. പിന്നെ ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ട്, ഫോൺ കൗണ്ടറിൽ കൊടുത്തൊന്നുമില്ല, അലൗഡ് അല്ലാത്ത ഞാൻ ബാഗിൽ തന്നെ വെച്ചിട്ട്. എന്നിട്ട് പോണ നേരത്തെ ഈ വ്യൂ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് റിട്ടേൺ ട്രെയിനിൽ തന്നെ കേട്ടോ വന്നത്. ആ പഴനിത്തെ ട്രെയിനിൽ അവിടെ നിന്ന് തന്നെ കേട്ടോ വന്നത്. നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞാൽ, നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. എന്തോരം രസമായിരുന്നു എന്നറിയാം, നല്ല രസമുണ്ടായിരുന്നു. അവിടെ എനിക്കൊരു പ്രത്യേക ഫീൽ കേട്ടോ. വരുന്ന വഴിക്ക് ഇത് യാഷത്ത് ഓർഡർ ചെയ്യുന്നുണ്ടാവും, എന്തോ എല്ലാവർക്കും കേൾക്കുന്നത് അതൊന്നും ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഓർഡർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ദോശ, ചട്നി പിന്നെ പൂരി മസാല അതൊക്കെ കഴിച്ച് രാത്രി 12 മണി. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.